വിജയ്. ആ കാർത്തിക്, നീ പോടാ. വിജയ് ശാവെന്ന് ദേഷ്യത്തിൽ തന്നെയല്ലേ? ചങ്ങാതിയും ദേഷ്യത്തിലാണല്ലേ വിജയ്? വല്ലപ്പോഴും ഒരിക്കലാണ് നമ്മൾ കാണുന്നത്. ഇന്നെങ്കിലും നിനക്ക് നേരത്തെ വരാമായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്ക് അറിയാമല്ലോ. നിന്റെ വാക്കുകളാണ് ആദ്യം കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ടും നീ അതിന് നിനക്ക് എന്നോട് പിണക്കണോ? പിണങ്ങാനോ? എന്റെ ജീവിതമേ നീ എന്ന ചങ്ങാതിയാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നോട് പിണങ്ങുന്നത്? സോറിടാ ഞാൻ താമസിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ചങ്ങാതി. താങ്ക്സ് മച്ചാ. വാടാ, നമുക്കൊന്ന് നടക്കാം. ശരി വാ. നിനക്കവിടെ എങ്ങനെയുണ്ട്? സുഖമാണോ? എന്ത് പറയാനാ, നീ ഇല്ലാത്തോണ്ട് എനിക്ക് അവിടെ ബോറിംഗ് തന്നെ. എനിക്കും അവിടെ വരണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞത് കൊണ്ടായിരുന്നു. സൂക്ഷിച്ച്. എന്നും ഇതുപോലെ നീ ഉണ്ടായിരുന്നെങ്കിൽ. സെന്റി ആകല്ല മച്ചാ. അനാഥനായ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു. അന്ന് നീ എൻ്റെ കൂട്ടുകാരനായി വന്നപ്പോൾ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്ന തോന്നൽ. പക്ഷേ നീ ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ വീണ്ടും അനാഥനായി. മച്ചാ സോറിടാ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. പിന്നല്ലാതെ നീ എന്തിനു പറഞ്ഞത്? ഞാൻ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പോൾ നീ ഇന്ന് പോകുന്നു? പിന്നല്ലാതെ നിന്റെ പിറന്നാളായതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് തന്നെ. എന്നാ നീ പോയിക്കോ. അവൻ ഇന്ന് തന്നെ പോകണമെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താണാ നീ ഇങ്ങനെ? നിനക്ക് നാളെ പോയാൽ പോരെ? ഇല്ലടാ, അത് പറ്റില്ല. എനിക്ക് ഇന്ന് തന്നെ പോകണം. വിജയ്, നീ പോകാൻ സമയമായി. നമുക്ക് കുറച്ച് സമയം കൂടി ഇരിക്കാൻ കാർത്തി. ഇല്ല, സമയമായി. ബൈ വിജയ്. കാർത്തി, 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 കാർത്തി. കാർത്തി, കാർത്തി. ഇവ ആരെയും നോക്കുന്നു?
ആരോടാണ് ഞാൻ നീ സംസാരിക്കുന്നത്? ഹേയ്, ആരുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അളിയെ? ഹേയ്, ഒന്നുമില്ല. നിങ്ങൾ പോയിക്കോ, ഞാനും പോകുന്നു. അവൻ വിജയ് കാർത്തിക് പോയതിനു ശേഷം അവൻ ഇങ്ങനെയാ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. എന്ത് പറ്റിയവന്? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. എതിരെ നിന്ന വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ബൈക്ക് വെട്ടിച്ചതാ. ബൈക്ക് ഒരു കട്ടറിൽ വീണ് പിറകിലിരുന്ന കാർത്തിക് റോഡിൽ തെറിച്ചു വീണു. പിന്നിൽ നിന്ന് വന്ന വണ്ടി കയറി അവൻ അപ്പോൾ തന്നെ മരിച്ചു. അനാഥനായ അവന് ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ കാർത്തിക് ആയിരുന്നു. അവൻ കൂടി പോയപ്പോൾ വിജയ് ആകെ തകർന്നു. ഇപ്പോൾ അവൻ ഇങ്ങനെ അവളുടെ കൂടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും.